എല്ലാവർക്കും പവിത്രം സീരിയലിന്റെ സ്റ്റോറി റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സ്റ്റോറി എന്ന് വെച്ചാൽ കമലയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വീടിന്റെ പടി കയറി വരുവാണ്. അപ്പൊ സുധാകരൻ മാഷ് കാണുന്നുണ്ട്, കമല കരയുവാണ്. അപ്പൊ സുധാകരൻ മാഷ് ചോദിക്കുവാണ്, കമല നീ എവിടെ പോയത്, എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പൊ കമല പറയുവാണ്, പപ്പ വെച്ചാണ് പറയുന്നത് കള്ളത്തരമെന്ന് മനസ്സിലാവും. ഞാൻ തങ്കത്തിന്റെ വീട്ടിൽ വരെ പോയത്, അവളുടെ മോള് ഗർഭിണിയല്ലേ, കാണാൻ വേണ്ടി പോയതെന്ന് പറയുക. അപ്പൊ നന്ദിനി പാഞ്ഞു വന്നിട്ട് പറയുവാണ്, അതിന് അമ്മ കഴിഞ്ഞ ആഴ്ച അവിടെ പോയതല്ലേ, പിന്നെ എന്തിനാ എപ്പോഴും പോയതെന്ന് പറയുവാണ്. അപ്പൊ വേദയും അവിടെ വരുന്നുണ്ട്. വേദയ്ക്ക് കേട്ടപ്പോഴേ മനസ്സിലായി കമല കള്ളം പറയുവാന്ന്. അങ്ങനെ സുധാകരൻ മാഷ് പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്യുവാണ്, നീ പോലീസ് സ്റ്റേഷനിലാണോ പോയെന്ന് ചോദിക്കുക. അപ്പൊ ഇവരങ്ങ് കരയുവാണ് കമല. എന്നിട്ട് പറയുവാണ്, ഞാൻ അവന്റെ അമ്മയല്ലേ, എന്റെ മോനല്ലേ മാഷെന്ന് പറയുക. അപ്പൊ സുധാകരൻ മാഷ് വഴക്ക് പറയുവാണ്, ഈ വീട്ടിൽ നിന്ന് ആരും പോവല്ലെന്നല്ലേ പറഞ്ഞേക്കുന്നത്, പിന്നെ നീ എന്തിനാണ് അവിടെ പോയത് എന്ന് ചോദിക്കുക. വിക്രം എന്തിനാണ് ആ കൊച്ചിന്റെ വീട്ടിൽ പോയെന്നുള്ള ഒരു കറക്റ്റ് ഒരു ആൻസർ കിട്ടാതെ നമ്മൾ ഇവിടുന്ന് ആരും അവനെ കാണാൻ പോകേണ്ട ആവശ്യമില്ലെന്ന് പറയുവാണ്. അപ്പൊ കമല അങ്ങ് കരയുവാണ്. കമല പറയുവാണ്, എന്റെ മോനല്ലേ മാഷെ, എനിക്ക് പോവാതിരിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും കരയുന്നുണ്ട്. അപ്പം സുധാകരൻ മാഷ് പിന്നെ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് കമല അങ്ങോട്ട് കയറി പോയപ്പോഴത്തേനും നന്ദിനി പറയുവാണ്, ഇപ്പൊ അവിടെ പോവേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു, എല്ലാ അച്ഛ അമ്മയെന്ന് ചോദിക്കുവാണ്. ഉടനെ സുധാകരൻ മാഷ് പറയുവാണ്, നീ ഒരുപാട് എണ്ണ കോരി ഒഴിക്കല് മറ്റേ തീയിൽ ഒരുപാട് കനൽത്തിരിയിൽ ഒരുപാട് എണ്ണ ഒഴിക്കാൻ വേണ്ടി നിക്കല്ലേ, എന്റെ നെഞ്ചിലോട്ട് എണ്ണ കോരി ഒഴിക്കാൻ നിക്കല്ലേ എന്ന് പറയുക. നന്ദിനി അങ്ങ് ചമ്മിപ്പോയി. വേണ്ടായിരുന്നെന്ന് പറയുവാണ്. അങ്ങനെ നന്ദിനി അങ്ങ് കയറിപ്പോയി. മറ്റേടത്താണെങ്കിൽ നമ്മുടെ രാധയാണെങ്കിൽ രാധയെ കൊണ്ട് തീരെ വയ്യ അപ്പനും അമ്മയ്ക്കും. രാധയുടെ അമ്മയിരുന്ന് ഭയങ്കര കരച്ചിലും ശാപവാക്കുകൾ പറച്ചിലാണ്. കാര്യം പൈസ എടുത്തുകൊണ്ട് പോയി രാധ ഈ വിക്രത്തിനെ ഇറക്കാൻ വേണ്ടി, വക്കീലിന് കൊടുക്കാൻ വേണ്ടി. അവരാണെ കരഞ്ഞോണ്ട് പറയുവാണ്, നീ എനിക്ക് പട്ടിയുടെ വില പോലും തന്നിട്ടില്ലല്ലോടി, ഞാൻ പറയുന്നത് നീ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോഴും അവന്റെ പുറകെ നടക്കുക. ഞാൻ എന്തുമാത്രം പ്രാർത്ഥന ചെയ്തു നീ അതൊന്ന് പോവാണ്, നീ ഇപ്പോഴും എന്തൊക്കെയോ പറയുവാണ്. രാധയാണെങ്കിൽ ഒന്നും ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ കൈ കൊടുത്തിരിക്കുവോ രാധ. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊക്കെ പറയാതെ മാലതി, നമ്മുടെ മോളല്ലേ, നീ അവള് മോളല്ല എന്നൊക്കെ പറഞ്ഞാൽ അവള് നിന്റെ മോളല്ലാതാവോ, നീ ഒന്ന് അടങ്ങാനൊക്കെ പറയുവാണ് രാധയുടെ അച്ഛൻ. അങ്ങനെ പുള്ളിക്കാരി കരഞ്ഞു വിളിച്ചോണ്ടിരുന്നപ്പോ ഒരു കോള് വന്നപ്പോഴത്തേന് വക്കീലാണ് പറയുന്നത്, നാളെ സ്റ്റേഷനിലോട്ട് പോവാൻ, നമുക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ വിക്രത്തിനെ ഇറക്കാന്ന് പറയുവാണ്. അത് കേട്ടതും രാധ പറയുക, അച്ഛാ നാളെ സ്റ്റേഷൻ ജാമ്യം കിട്ടുമെന്നാ വക്കീലാ വിളിച്ചതെന്ന് പറയുക. അത് കേട്ടതും അമ്മ തിരിഞ്ഞോടി വന്നിട്ട് പറയാം, എടി നീ ഒരിക്കലും നീ നന്നാവത്തില്ല, നീ അവന്റെ പുറകെ നടക്കുവാണ്. ഒരിക്കലും ദൈവത്തെ ഓർത്ത് ഒരു കാര്യം, നീ അധ്വാനിച്ച് ഓട്ടോ ഓടിയ പൈസ എടുത്ത് നീ വക്കീലിനെ കൊടുക്കൂ, അവനെ ഇറക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ ദൈവത്തെ ഓർത്ത് എന്റെ ചിട്ടി പൈസ നീ എടുത്തേക്കല്ലേ, എന്റെ കരയോഗത്തിന്റെ പൈസ, അതായത് കരയോഗം എന്ന് വെച്ചാൽ എന്തോ സമുദായത്തിന്റെ എന്തോ പൈസയാണ്, ആ പൈസ നീ ദൈവത്തെ ഓർത്ത് എടുക്കല്ലേ എന്ന് കരഞ്ഞു പറയുവാണ്. രാധ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ കാണിക്കുന്നത് വെച്ചാല് നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. വേദയ്ക്കൊപ്പം ഒരുപാട് കാര്യങ്ങൾ വേദയുടെ ഓർമ്മയിൽ വരുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാല് ഈ രമ്യ ആളെ വിളിച്ച് കേറി. അപ്പൊ വിക്രം എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ള കാര്യങ്ങൾ അനിയൻകുട്ടനോട് വിക്രം പറഞ്ഞു. അപ്പം വേദ ഇങ്ങനെ ആലോചിക്കുവാണ്, ഇതെന്തോ എല്ലാരും കൂടെ പ്ലാൻ ചെയ്തതാണ്, രമ്യയ്ക്കും ഇതിനകത്ത് പങ്കുണ്ട്. കാര്യം വിക്രം അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പം ഫ്രണ്ടിലത്തെ വാതിലിന്റെ കുറ്റി രമ്യ ഇറങ്ങി ഓടിയപ്പോ ഇട്ടു, പക്ഷെ ബാക്കിലത്തെ കുറ്റി അത് ആരായിരിക്കും ഇട്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോ ശ്രീജ റൂമിലോട്ട് വരുന്നുണ്ട്. ശ്രീജ റൂമിലോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നീ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുക. അപ്പൊ ശ്രീജയോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുവാണ് വേദ. അതായത് ഇത് പ്ലാൻ ചെയ്തതാണ് എല്ലാരും കൂടെ. എങ്ങനെയാണ് വിക്രത്തിന്റെ ദേഹത്ത് മദ്യത്തിന്റെ മണം എന്നൊന്ന് ശ്രീജയോട് പറയുവാണ്. ഇങ്ങനെ ബലൂണില് മദ്യം നിറച്ചിട്ട് വലിച്ചെറിഞ്ഞു, അങ്ങനെ ഒരാൾ അകത്തോട്ട് കയറിപ്പോയപ്പോ വിക്രം ആ പുറകെ കയറിപ്പോയി. ആ സമയത്ത് രമ്യയാണെങ്കിൽ റീൽ എടുക്കുമായിരുന്നു, കറക്റ്റ് ഫോണും വെച്ചോണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വിക്രം ഓടി കയറി രമ്യയെ പിടിച്ചു. പക്ഷേ ഫ്രണ്ടിലത്തെ ഡോറ് രമ്യ ഇറങ്ങി പൂട്ടി, ബാക്കിലോട്ടുള്ള ഡോർ ആരാണ് പൂട്ടിയത്? അപ്പൊ ശ്രീജ പറയുവാണ്, അത് വന്നവനായിരിക്കും പൂട്ടിയത്, വേറൊരുത്തനായിരിക്കും പൂട്ടിയത്, രമ്യക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറയുവാണ്. അപ്പോഴും പിന്നെ വേദയാണെങ്കിൽ പിന്നെ ഈ കാര്യം പറയുവാണ്, വിനയൻ എന്ന് പറഞ്ഞത് ഈ പൂട്ടിയ കാര്യം പറഞ്ഞപ്പോ വിനയൻ എടുത്ത വായിക്ക് പറയുവാണ്, അവന് പുറകെ കൂടെ ഇറങ്ങി ഓടത്തില്ലായിരുന്നു. എന്നിട്ട് വിനയൻ തന്നെ പറയുവാണ്, ഓ അത് ബാക്കിന്ന് പൂട്ടിക്കാണുമല്ലേ എന്ന്. അതായത് അപ്പം കേറിയ ആള് ബാക്കിന്നും കൂടെ ലോക്ക് ചെയ്തിട്ടാണ് പോയത്, അതായത് വിക്രത്തിനെ കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുള്ളത് വ്യക്തമായിട്ട് എന്താണെങ്കിലും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ശ്രീജയോടും ആ കാര്യം ഷെയർ ചെയ്താണ് നമ്മുടെ വേദ.
ഇതിനിടയിലാണെങ്കിൽ കമല വിഷമിച്ചിരിക്കുമ്പോൾ വേദ ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കമല കരയുവാണ്, മോളെ നീ ആരെ എങ്ങനെയോ നീ ഇറക്കാന്നൊക്കെ പറഞ്ഞില്ലേ മോളെ, അത് എന്തേലും ആയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വേദ പറയുന്നുണ്ട്, അമ്മേ ജാമ്യത്തിൽ ഇറക്കുന്നതിനേക്കാളും അത്യാവശ്യം ഇത് എന്താണ് സംഭവിച്ചത്, എന്ത് ചതിയെ നടന്ന് നമുക്കറിയണം. അപ്പൊ ദർശൻ ഇല്ലേ മോളെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് ദർശൻ ഇവിടെ ഇല്ല അമ്മേ, ദർശൻ വെളിയിലാന്ന് പറയുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട് അമ്മയെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ വിക്രത്തിനെ കാണിച്ചോ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നത് അവരെ കാണാൻ സമ്മതിച്ചില്ല, അവര് എന്നെ ഇറക്കി വിട്ടു, അവൻ ഒത്തിരി അടിയൊക്കെ കിട്ടിക്കാണുമല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പൊ വേദയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുവാണ്. കമല ഭയങ്കര കരച്ചിലാണ്. എനിക്ക് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ വിക്രം ആണെങ്കിൽ സാബുവിനെ വെല്ലുവിളിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, അന്ന് നിനക്കിട്ട് പണി തന്ന പോലെ ഞാൻ തരുമെന്ന് പറയും. അപ്പൊ സാബു വ്യക്തമാക്കുവാണ്, ഇനി നീ ഇറങ്ങത്തില്ല ഇവിടുന്ന്, നേരത്തെയുള്ള കേസ് പോലൊന്നുമല്ല, ഈ കേസ് സ്ട്രോങ് ആണ്, നീ എന്താണ് ഇവിടെ ഇനി ഇറങ്ങിയിട്ട് എനിക്കിട്ട് പണിയാനൊന്നും പറ്റത്തില്ലെന്ന് പറയുവാണ്. എന്നിട്ട് വിക്രമാണെങ്കിൽ ഫുഡൊന്നും കൊടുക്കുന്നു, ഒന്നും കഴിക്കുന്നില്ല. അപ്പം സാബു പറയുവാണ്, ഇതൊക്കെ ഞാൻ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ എടുത്തു വെക്കുന്നുണ്ട്, നിനക്ക് ഫുഡ് തന്നായിരുന്നു നീ കഴിച്ചില്ല, എന്നല്ലാതെ നിന്നെ പട്ടിണി കിട്ടുന്നൊന്നും ആരും പറഞ്ഞുകൊണ്ട് വരത്തില്ല, എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് നിന്നെ ഇവിടെ ലോക്ക് ചെയ്തേക്കുന്നതെന്ന് വിക്രത്തിനോട് പറയുവാണ്. ഇത്രയുമാണ്. ഇത് ശരിക്കും ഹോട്ട്സ്റ്റാറിൽ വന്ന എപ്പിസോഡാണ്. അപ്പൊ നാളത്തെയാണോ ഇന്നത്തെയാണോ എന്ന് അറിയത്തില്ല, മഹാ എപ്പിസോഡിന്റെ റിവ്യൂ ആണോ എന്ന് അറിയത്തില്ല. അപ്പൊ എന്താണ് ഇത്രയുമാണ് സ്റ്റോറി. എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്